ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ മുകളിൽ നിന്ന് രണ്ടുപേർ പുഴയിലേക്ക് ചാടിയിട്ടുണ്ട്. ആറ്റിലാണ് ചാടിയിരിക്കുന്നത്. ലോറി ഡ്രൈവറാണ് രണ്ടുപേർ ആറ്റിലേക്ക് ചാടുന്നത് കണ്ടതായി പറയുന്നത്. 30 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയും പുരുഷനുമാണ് ആറ്റിലേക്ക് ചാടിയെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. സ്കൂബ ടീമും മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ ആരംഭിച്ചു. ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മനീഷ് മഹിപാൽ ഈ പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗുഡ് മോർണിംഗ് എസ് കെ. യഥാർത്ഥത്തിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു അശുഭകരമായ വാർത്ത കേട്ടുകൊണ്ടാണ്. ഞാൻ നിലവിൽ നിൽക്കുന്നത് ഈ പള്ളാത്തുരുത്തി പാലത്തിൻ്റെ താഴെയാണ്. ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ആദ്യം കാണുന്ന വലിയ പാലമാണ്. ആലപ്പുഴയിൽ നിന്ന് പോകുമ്പോൾ ആദ്യം കാണുന്ന വലിയ പാലമാണ് പള്ളാത്തുരുത്തി പാലം. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും ഇന്ന് പുലർച്ചെ 3 മണിയോടെ 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയും യുവാവും ചാടി എന്ന് പോലീസിനോട്, അതായത് ഈ വാഹനം കടന്നുപോയി അടുത്ത പോലീസ് സ്റ്റേഷൻ നെടുമുടി പോലീസാണ്. നെടുമുടി പോലീസിനോട് പറഞ്ഞത് ഒരു ലോറി ഡ്രൈവറാണ്. അതായത് ഈ പാലത്തിൽ നിന്ന് 2 പേർ ചാടി അവരുടെ ചെരുപ്പും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 3 മണിക്ക് ഇത് ചാടിയെന്നാണ് അറിയിച്ചത്. തുടർന്ന് 5 മണിയോടെ പോലീസും ഫയർഫോഴ്സും സ്കൂബ ഡൈവ് ടീമും ഇവിടെ എത്തി തിരച്ചിൽ നടത്തി. ഏകദേശം 5 മണി മുതൽ 6:30 വരെ 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തി. 5 മണി മുതൽ തന്നെ 5:30 മുതൽ തന്നെ വെളിച്ചം വന്നു തുടങ്ങിയിരുന്നു. 6:30 വരെ ഈ പറയുന്ന തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പാലത്തിൻ്റെ വീതി കൂട്ടുന്ന പണി നടക്കുന്ന സമയമാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പൈലിംഗ് അടക്കം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 5 ആൾ താഴ്ചയുള്ള ആറാണ് ഇത്. പമ്പയാറാണ്. പമ്പയാറിൻ്റെ കൈവഴിയായിട്ടുള്ള പള്ളാത്തുരുത്തി ആറാണ്. അതുകൊണ്ട് നിലവിൽ ഈ തിരച്ചിൽ സംഘം മടങ്ങിപ്പോയിട്ടുണ്ട്. ഇവർ ഇനി തിരിച്ച് വരും. ഞാൻ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഇനിയും പരിശോധന നടത്താനേ തിരിച്ചെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നാട്ടുകാർ ഏറെ ആളുകളും ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞിട്ടില്ല. ചില ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. രാവിലെ ഇവിടെ കട തുറന്ന പള്ളാത്തുരുത്തി ആറിൻ്റെ സമീപത്തെ കട തുറന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനോട് ചോദിച്ചേട്ടൻ എന്താ അറിഞ്ഞു? അതായത് ഇന്ന് വെളുപ്പിനെ എങ്ങാണ്ടാന്ന് പറയുന്നത് കേട്ട് 2 പേര് പാലത്തിൽ നിന്ന് ചാടിയെന്ന് പറയുന്നു. കട തുറക്കാൻ വന്നപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ച് അറിഞ്ഞത്. എന്താണെന്നുള്ള വിവരമൊന്നും അറിയാൻ മേല. പോലീസൊക്കെ വന്നിട്ട് പോയെന്ന് പറയുന്നത്. അല്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ മേല. അവർ ഏത് ഭാഗത്തെ പരിശോധന നടത്തി? അത് ഈ പാലത്തിൻ്റെ മേളിൽ വന്ന് നോക്കിയിട്ടങ്ങ് പോകുമായിരുന്നു. പാലത്തിൻ്റെ മേളിൽ വന്ന് നോക്കിയിട്ടങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് പൊങ്ങിയെങ്ങാനും വരുമ്പോഴെങ്ങാനും അതിനെക്കുറിച്ച് വല്ലതും നമുക്ക് പറയാനൊക്കത്തുള്ളൂ. നല്ല ആഴമുള്ള, തീർച്ചയായിട്ടും നല്ല ആഴമാണ്. അടിയൊഴുക്കുള്ളതാണ്. തിരച്ചിൽ നടത്തി ഇവിടെ തന്നെ കിട്ടണമെന്നില്ല. ഇല്ല, ചിലപ്പോൾ ഇനി ഈ പാലം പണി നടക്കുന്നതുകൊണ്ട് അടിയിലത്തെ കമ്പിയിറങ്ങാനും ഉടക്കി കിടപ്പുണ്ടെങ്കിലേ ഉള്ളൂ. പാലത്തിൻ്റെ എന്തെങ്കിലും ഇതേവല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങ് വടക്കോട്ട് മാറി അങ്ങ് പോകും. ചിലപ്പോൾ വേമ്പനാട്ട് കായൽ വരെ പോകും. ചാടിയ ആളുകളെ പറ്റി എന്തെങ്കിലും ഒരു അറിവില്ല. ഇല്ല, ഒന്നുമില്ല. ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല. നമ്മൾ കാരണം ഇവിടെ ഒരു 9 മണി കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഞങ്ങളുടെ റോഡ് മുക്കിലൊന്നും ഇവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ ഈ പാലം പണിയായിട്ട് ബന്ധപ്പെട്ട് ആരും ഇല്ലാത്ത സ്ഥലമായിട്ട് ആരെങ്കിലും ഇങ്ങനെ വന്ന് ശ്രദ്ധിക്കപ്പെടത്തില്ല. ഇപ്പം പിന്നെ ഈ പാലം പണിയായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പണിക്കാരും അവരുടെ സെക്യൂരിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി തന്നെ പറഞ്ഞാണ് രാവിലെ ഇവിടെ വന്ന് ഞങ്ങൾ കടക്കാർ പോലും അറിയുന്നത്. അവരുടെ ആൾക്കാരെ പറഞ്ഞാണ് അറിയുന്നത്. അല്ല, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്കും അറിയത്തില്ല. ഇങ്ങനെ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ല, നാട്ടുകാർക്ക് ഏറെ ആളുകൾക്കും ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയില്ല. ഒരുപക്ഷെ അറിയാവുന്ന ആളുകൾ രാവിലെ ഉറച്ച് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ വീടുകളിലേക്ക് പോയി കാണും. ഇതൊരു ടൂറിസം സ്പോട്ട് കൂടിയാണ്. ഒത്തിരി പേർ ഈ മേഖലയിൽ ഹൗസ് ബോട്ടുമായും ടൂറിസം മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ തന്നെ നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അധികം ആളുകൾക്ക് ഇവരെപ്പറ്റി അറിയില്ല. ഇവർ പറയുന്നത് പാലത്തിൻ്റെ മുകളിൽ നിന്ന് മാത്രം തിരച്ചിൽ നടത്തിയെന്നാണ്. പക്ഷേ പോലീസുകാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ ഈ കായലിൽ തിരച്ചിൽ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വാസ്തവം നമുക്ക് പിന്നീട് അറിയണം. എന്താണെങ്കിലും ഇവർ പറയുന്നത് ഇവിടെ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അടിയൊഴുക്കുള്ള സ്ഥലമാണ്, ഒഴുകിപ്പോകാം. അല്ലെങ്കിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എവിടെയെങ്കിലും ഉടക്കി കിടക്കാം. ഇനി ഈ പറയുന്ന ജീവനോടെ അവർ എവിടെയെങ്കിലും ഉണ്ടോ, നീന്തി രക്ഷപ്പെട്ടോ, അതടക്കമുള്ള എന്താണ് അവരുടെ അത് ആത്മഹത്യ ആണോ, അത് അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. അത്തരം കാര്യങ്ങൾ വരുന്ന മണിക്കൂർ അറിയാൻ സാധിക്കും. ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും അടുത്ത നിമിഷം ഇങ്ങോട്ടേക്ക് പുതിയ സാങ്കേതിക സംവിധാനങ്ങളുമായി ഇത്തരത്തിൽ തെരച്ചിൽ നടത്താൻ വേണ്ടി അവർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള വിവരമാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തി ആലപ്പുഴ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ ആദ്യ പാലമായിട്ടുള്ള പള്ളാത്തുരുത്തി പാലത്തിൻ്റെ താഴെയാണ്. ഇവിടെ ഇന്ന് പുലർച്ചെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഒരു സ്കൂബ ഡൈവ് ടീം, നീന്തൽ, അതായത് തിരച്ചിലിന് വേണ്ടിയിട്ട് ഒരു ടീം എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ദൃശ്യങ്ങളിൽ കാണാം. എന്താണെങ്കിലും അവർ വീണ്ടും 2ാം ഘട്ട തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഈ തിരച്ചിലിൽ എപ്പോഴായിരിക്കും അത് കണ്ടെത്താൻ സാധിക്കുക എന്നാണ് നമുക്കറിയേണ്ടത്. SK. ഓക്കെ, മനീഷ് മഹിമാലാണ് വിവരങ്ങൾ നൽകിയത്. 2 പേർ ആറ്റിലേക്ക് ചാടി എന്ന വാർത്തയാണ് വരുന്നത്.